ോടും നാടകത്തെക്കുറിച്ച് രണ്ട് വാക്ക്. ശരത് കാലത്തിലെ ഒരു സന്ധ്യാവേള. ആത്മീയ കാര്യങ്ങളിൽ യേശുവിനുള്ള അറിവും പരിചയവും ഏതൊരു യഹൂദ പണ്ഡിതനേക്കാളും ആഴത്തിലുള്ളതായിരുന്നു. അന്നത്തെ സമൂഹം സ്ത്രീകൾക്ക് യാതൊരു പ്രാധാന്യവും നൽകിയിരുന്നില്ല. യഹൂദ ആചാര്യന്മാർ സ്ത്രീകളെ തങ്ങളുടെ അനുയായികളാകുവാൻ അനുവദിച്ചിരുന്നില്ല. പക്ഷേ യേശു മാനവരാശിയെ സ്നേഹിച്ചിരുന്നു. യേശുവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളുമായിരുന്നു ജീവിതത്തിൻ്റെ ഏടുകൾ. സെന്റ് പോൾ ഫാമിലി യൂണിറ്റ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന ബൈബിൾ ദൃശ്യാവതരണം കാനായിലെ കല്യാണം. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരുണ്ടാകും. രജപാലകർ ദേവനാദം കേട്ടു ആമോദര വർണ്ണരാജികൾ വിടരും. നീ എന്നെ അനുഗമിക്കുക. വരൂ, നീയും നിന്റെ ശിഷ്യന്മാരെയും കൂട്ടി എൻ്റെ ഭവനത്തിലെ അത്താഴ വിരുന്നിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. അപ്പം കൊടുക്കുക, എല്ലാവരും കഴിക്കും. എന്താണ് നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും അനീതി പ്രവർത്തിക്കുന്നവരോടും കൂടെ ചേർന്നിരുന്ന് ആഹാരം കഴിക്കുന്നത്? ആരോഗ്യമുള്ളവർക്കല്ല, മറിച്ച് രോഗികൾക്കാണ് വൈദ്യന്റെ ആവശ്യം. എന്താണ് ഗുരു പറയുന്നത്? മൃഗബലിയേക്കാൾ കർത്താവിനിഷ്ടം മറ്റുള്ളവരോട് കരുണയോടെ പെരുമാറുന്നതാണ്. സ്വയം കേമന്മാർ എന്ന് കരുതുന്നവരെയല്ല, മോശക്കാർ എന്ന് പറയുന്നവരെ സഹായിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ വരിക. നല്ല കാര്യങ്ങളാണ് ഗുരു പറയുന്നത്, നമുക്ക് കേൾക്കാം. ഇവരാണ് എൻ്റെ ശിഷ്യന്മാർ. നിങ്ങൾ എൻ്റെ പ്രത്യേക സ്നേഹിതന്മാരാണ്. നിങ്ങൾ ഇനി മുതൽ എന്നോടൊപ്പം ആയിരിക്കും. ദൈവിക സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞാൻ നിങ്ങളെ നിയോഗിക്കും. ഭൂതങ്ങളെ പുറത്താക്കുവാനുള്ള അധികാരവും നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ അപ്പസ്തോലന്മാർ എന്ന് വിളിക്കപ്പെടും. അപ്പസ്തോലന്മാർ എന്ന വാക്കിനർത്ഥം ദൈവത്തിനു വേണ്ടി ഒരു പ്രത്യേക ദൗത്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവർ എന്നാണ്. നിങ്ങൾ എൻ്റെ സുവിശേഷം ലോകമെങ്ങും പോയി പ്രസംഗിക്കുവിൻ. വരുവിൻ സഹോദരന്മാരെ, വിരുന്നിൽ പങ്കെടുത്ത് സന്തോഷത്തോടെ മടങ്ങുകയും.
എന്താ അങ്ങുന്നേ? എന്തായി? എത്ര പന്തി കഴിഞ്ഞു? 4 പന്തി കഴിഞ്ഞു അങ്ങുന്നേ. എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് സന്തോഷിപ്പിക്കുക. എല്ലാവരും ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെയാണ് പോകുന്നത്. അതാണ് നമുക്ക് ആവശ്യം. അങ്ങ് എന്താണ് അകത്തേക്ക് വരാത്തത്? അവരെ സ്വീകരിക്കാൻ അങ്ങ് വേണം. ആ, നീ പന്തലിലേക്ക് പോയിക്കോളൂ. അവിടെ എനിക്ക് പകരം നീ മേൽനോട്ടം വഹിച്ചാൽ മതി. അങ്ങില്ലാതെ ഞാൻ വീടിന്റെ മുൻപിൽ തന്നെ ഉണ്ടല്ലോ. വരുന്നവരെ സ്വീകരിച്ച് ആനയിക്കേണ്ടത് എൻ്റെ കടമയല്ലേ? എന്നാ ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ. ആ, നമ്മുടെ ഭക്ഷണമെല്ലാം നന്നായിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാം ഇഷ്ടം പോലെയുണ്ട്. നമ്മുടെ പ്രധാന ഭക്ഷണത്തിന് കുറവൊന്നുമില്ലല്ലോ. ഇല്ല അങ്ങുന്നേ, വീഞ്ഞുണ്ട്. വീഞ്ഞ് ധാരാളമുണ്ട്. അത് മതി. ആ, വരൂ 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 വരൂ. ആ, വരൂ. ആ ആ ആ നല്ല ഭക്ഷണമായിരുന്നു. എൻ്റെ വയറ് നിറഞ്ഞു. ഒന്നാന്തരം വീഞ്ഞ്. വീഞ്ഞാണെങ്കിലോ അതിഗംഭീരം. അങ്ങുന്നേ, 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 അത് എന്താടാ? എന്ത് പറ്റി? അങ്ങുന്നേ, നമ്മുടെ സദ്യയുടെ വീഞ്ഞ് തീർന്നു പോയി. എന്ത്? വീഞ്ഞ് തീർന്നു പോയെന്നോ? അതെ അങ്ങുന്നേ, വീഞ്ഞ് തീർന്നു പോയി. നീ പറഞ്ഞത് സത്യമാണോ? നീ കൂട്ടുപറയിൽ പോയി ഒന്നുകൂടി നോക്കിക്കേ. എല്ലായിടത്തും നോക്കി അങ്ങുന്നേ, ഒരിടത്തും ഇല്ല. ഒരു തുള്ളി പോലും, ഒരു തുള്ളി പോലും. ഈശ്വര, നമ്മളിനി എന്ത് ചെയ്യുമെന്ന്? സദ്യക്ക് വിളമ്പുള്ള വീഞ്ഞ് തീർന്നു പോയി. ഇനി വരാനുള്ളത് വേണ്ടപ്പെട്ടവർ. എന്റെ ഈശ്വര, വലിയ അതിഥികൾ വന്നിട്ടില്ല. അവർ വരുമ്പോൾ എന്ത് ചെയ്യും? വലിയ അതിഥികൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിനിടയിൽ വീഞ്ഞ് തീർന്നു പോയി. വീഞ്ഞ് വീഞ്ഞ് ഭക്ഷണമെല്ലാം ഉണ്ട്, വീഞ്ഞ് മാത്രം ഇല്ല. ക്ഷണിച്ചു വരുത്തിയ അതിഥികളെ അപമാനിക്കുന്നതിന് തുല്യമായ എന്റെ ദൈവം, എന്റെ ദൈവം. ഇതുവരെ ഞങ്ങളോട് സഹകരിച്ച ഏവർക്കും നന്ദി. അടുത്ത ചെറിയ ഒരു രംഗത്തോടു കൂടി ഈ നാടകം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ഈ നാടകത്തിലെ കഥാപാത്രങ്ങളും വേഷമിട്ടവരെയും ഞങ്ങൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തട്ടെ. യേശു ആഗ്ന മരിയ ബിനോയ്, മറിയം ആഗ്നസ് ജോജോ, മത്തായി പീറ്റർ പി വി, വീട്ടുകാരൻ തോമസ് പയ്യപ്പള്ളി, ഭൃത്യൻ പി എസ് ജോസ്, കലവറക്കാരൻ സിജോ ജെയിംസ്, രംഗത്ത് ഡിൽബി, ഗ്രേസി, റോസ്ലി ഡേവിസ്, ആനി, ത്രേസ്യമ്മ, റോസ്ലി, മോളി, അനുഷ ആൻഡ് അനു. ശബ്ദം നൽകിയത് ഷിജോ. നാടകരചന സംവിധാനം ബാബു മാളിയേക്കൽ. വിരുന്നുകാർ കുറെ പേർ വരുന്നുണ്ടല്ലോ. അങ്ങുന്നേ, വിരുന്നുകാർ വരുന്നുണ്ട്. വിരുന്നുകാരോട് ഞാൻ ഇനി എങ്ങനെ മറുപടി പറയും? എന്താണ് എല്ലാവരും മൗനമായി നിൽക്കുന്നത്? ഇവിടെ വീഞ്ഞ് തീർന്നിരിക്കുന്നു. എന്റെ മാതാവേ, വീഞ്ഞില്ല. ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? കനിയണമേ. മകനെ, ഇവിടെ വീഞ്ഞ് തീർന്നിരിക്കുന്നു. ഞാൻ എന്തു ചെയ്യണമെന്നാണ് അമ്മ പറയുന്നത്? മകനെ, ഈ കുടുംബത്തെ രക്ഷിക്കൂ. സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തു കൊടുക്കുവിൻ. കൽഭരണികളിൽ
വെള്ളം നിറയ്ക്കുവിൻ. ഇനി ഇത് പകർന്ന് കലവറക്കാരന് കൊടുക്കുവിൻ. അത്ഭുതമേ, എത്ര നല്ല വീഞ്ഞ്! ഇത് എവിടെ നിന്ന് വന്നു? എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പും. അതിഥികൾക്ക് ലഹരി പിടിക്കുമ്പോൾ താഴ്ന്ന തരവും. ഇവിടത്തെ പതിവ് പാടേ വ്യത്യസ്തം. നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചല്ലോ. എൻ്റെ കുടുംബത്തെ രക്ഷിച്ച യേശു, നിന്നോട് ഞാൻ എങ്ങനെ നന്ദി പറയും? യേശുവും മറിയവും ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. സമാധാനിക്കൂ അങ്ങുന്നേ. സർവശക്തനായ ദൈവം കൃത്യസമയത്ത് നമ്മെ രക്ഷിച്ചല്ലോ. ക്ഷണിച്ചു വരുത്തിയ അതിഥികളെ അപമാനിക്കുന്നതിൽ തുല്യമായാൽ എൻ്റെ ദൈവമേ, എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ജനത്തെയും രക്ഷിച്ച ഈശോയെ, നമുക്ക് ദുഃഖങ്ങളെല്ലാം മാറ്റി സന്തോഷിക്കാം. നമ്മുടെ കുടുംബത്തെയും കുടുംബനാഥനെയും രക്ഷിച്ച ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് കൈകൾ കൊട്ടി നൃത്തം ആരംഭിക്കാം. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പൊറുകമാളോരെ. അവൻ അണിയുന്നു മുൾമുടി, അവൻ പകരുന്നു പുഞ്ചിരി. ഇനി നമുക്ക് നല്ലൊരു സമരിയക്കാരൻ ഇരുന്നു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പൊറുകമാളോരെ. അവൻ അണിയുന്നു മുൾമുടി, അവൻ പകരുന്നു പുഞ്ചിരി. ഇനി നമുക്ക് നല്ലൊരു സമരിയക്കാരൻ ഇരുന്നു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണെന്നു